രാജേഷിന് 4 സെന്റ് ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ വെക്കാനൊരു സ്റ്റാർട്ടിങ് പോലെ എന്തെങ്കിലും, പിന്നെ ആരെങ്കിലും ഒരു വീട് സ്പോൺസറായിട്ട് ചെയ്തു കൊടുത്താലും വളരെയധികം ഉപകാരമാണ്. കാരണം പറഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു സന്തോഷമാണ്. കാരണം പറഞ്ഞാൽ വീടില്ലാത്തവർക്ക് വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കയ്യോ കാലോ മുറിയോ അല്ലെങ്കിൽ ഒന്ന് ഒടിയോ ചെയ്തിട്ട് ഒരു മാസം കിടക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ 2 വയ്യാത്ത കാലും കൊണ്ടാണ് രാജേഷിൻ്റെ യാത്ര. എഴഞ്ഞുള്ള ജീവിതം. മനുഷ്യൻ 2 കാല് എല്ലാവരും നടക്കുമ്പോൾ രാജേഷ് 7ാം വയസ്സല്ലയോ, 7 മാസം മുതൽ രാജേഷിൻ്റെ അവസ്ഥ. അന്നേരം അത് ചികിത്സിക്കണമെന്ന് പറയാൻ രാജേഷും പറയുന്നില്ല. രാജേഷ് പറയുന്നത് രാജേഷിൻ്റെ സ്ഥിരം രീതിയിലൊന്ന് പോകാനും വരാനുമുള്ള സംവിധാനമുള്ള ഒരു വീടും, ഇങ്ങനെ വലിയ ലക്ഷറി അല്ലേ ചോദിക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് ഇല്ല പറഞ്ഞിട്ട് പഞ്ചായത്തുകാർ ചിലപ്പം ചെയ്ത് കൊടുക്കുമായിരിക്കും. ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്. ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയെന്നറിയാം. ഞാൻ എല്ലാ വീഡിയോയൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളല്ല. അന്നേരം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാനിവിടെ വന്ന് സംസാരിക്കാറുള്ളൂ. നിങ്ങളാൽ കഴിയുന്ന 1 രൂപയെങ്കിൽ 1 രൂപ, അത് മാത്രമല്ല പറ്റുമെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്താലും ചിലപ്പം അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഈ വീഡിയോ ചെല്ലാമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഉപകാരമായിരിക്കും രാജേഷിന്. ഇപ്പൊ ഇതിനകത്ത് മൊത്തം ചള്ളയല്ലയോ? അത് ഇന്നലെ വൈകുന്നേരം ഇന്നും കൂടെ എനിക്ക് പറ്റിയത്. 2 ദിവസം കിടപ്പുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയൊക്കെ ആയപ്പോ ഏകദേശം പോയി. ഇന്നിപ്പോ ഇത്തിരി ഇനിയിപ്പോ ഒരു അരമണിക്കൂർ നിന്ന് പെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പഴയപോലെ വെള്ളം. രാജേഷിന് ഇത് പോളിയോ വന്നു എന്തോ 7ാം മാസത്തിലൊരു ചെറിയൊരു പനി വന്നിട്ട് കഴുത്തുൾപ്പെടെ തളർന്നതാണ്. പിന്നെ അമ്മയും അച്ഛനും ഏതാണ്ട് ഒരു 6-7 മാസം മെഡിക്കൽ കോളേജിലിട്ടാണ് കൈയും കാലൊക്കെ ശരിയായത്. കാരണം ഇതിലേക്ക് താപ്പോട്ട് തളർന്നു പോയത്. രാജേഷ് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 38 വയസ്സ്. എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ ആട്ടോ ഓടിക്കുന്നുണ്ടായിരുന്നു. ഈ കാലം കൊണ്ടോ? അതൊക്കെ ദൈവം കൊണ്ട് ഒരു കയ്യിൽ ബ്രേക്കൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഉണ്ടായിരുന്നു. ലൈസൻസ് ഉണ്ടായിരുന്നോ? ലൈസൻസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഓട്ടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പോണില്ല. ഇപ്പൊ എനിക്ക് കുറച്ച് അസുഖങ്ങൾ, പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലാണ്. നമ്മുടെ കെട്ടിയിൽ അവിടെ ചെറിയൊരു സംഭവമാണ്. അപ്പൊ നേരത്തെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴ് ഈ മാസം 26-ാം തീയതി സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട്. വയറ്റിന് വീണ്ടും സ്കാനിങ് ചെയ്യണം. അതുപോലെ ചിലപ്പോൾ പിന്നെ അത് വീണ്ടും വളരുന്ന, കിഡ്നിയിൽ അവിടെ ചെറിയൊരു സംഭവം വളരുന്നുണ്ട്. അപ്പോൾ അത് സർജറി കഴിച്ചിട്ട് വീണ്ടും ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ ഗുളിക തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ 24-ാം തീയതി സ്കാനിങ്ങിനായിട്ട് രാവിലെ 9 മണിക്ക് മെഡിക്കൽ കോളേജിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളുണ്ടോ? ഞാൻ ഒറ്റ മോനുള്ളൂ. അമ്മയും മകനും മാത്രമേ ഉള്ളൂ. അന്നേരം ഈ ചികിത്സക്കൊക്കെ എങ്ങനെ? ചികിത്സ എൻ്റെ വരുമാനം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട്, അമ്മയ്ക്കും ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നുള്ള സാധനങ്ങൾ മേടിച്ചിട്ട്, പിന്നെ കടകളിൽ നിന്ന് കിട്ടുന്ന ഞാൻ പറ്റുന്ന പോലെയൊക്കെ പറ്റുന്നൊരു കടം തരുന്നുണ്ട്. നമ്മള് പലചരക്ക് കടയിൽ ചോദിച്ചാൽ തരും. ഈ കടം തിരിച്ചു കൊടുക്കണം. അത് ഇപ്പോൾ പെൻഷൻ കിട്ടുമ്പോൾ ഒരുമിച്ച് കൊടുക്കും. അല്ലെങ്കിൽ എന്താ രാജേഷിന്റെ വീടാണോ ഇത്? അല്ല, ഇത് അമ്മയുടെ അനിയത്തിയുടെ വീടാ. കുഞ്ഞമ്മയുടെ വീടാണ്. അവര് ഇവിടെ ഉണ്ടോ? കുഞ്ഞമ്മ ഇവിടെ ഇല്ല. കുഞ്ഞമ്മ മോന്റെ വീട്ടിലാണ്. കുഞ്ഞമ്മയ്ക്ക് സുഖമല്ല. അങ്ങനെ. അത് ശരി. രാജേഷിന് സ്വന്തമായിട്ട് വീടുണ്ടോ? എനിക്ക് വീടില്ല. എനിക്ക് അമ്മയ്ക്ക് 3 സെന്റ് വസ്തുണ്ട്. അതിൽ വഴിയില്ല. വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെയും ബുദ്ധിമുട്ടാണ്, പക്ഷെ അവിടത്തെക്കാളും കുറച്ച് ഭേദമുണ്ട്. അങ്ങനെ കുറച്ചൊരു സഹായിച്ചിട്ട് എനിക്കൊരു 4 സെന്റ് വസ്തു മേടിച്ചത്, കുറച്ചൊരു ഹെൽപ്പ് ചെയ്തു. വീട് വെച്ച് തരാനുള്ളവർക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു വീട് വെക്കുക 2-3 വർഷം കൊണ്ട് പല വസ്തുണ്ട്. ഈ പഞ്ചായത്തിൽ നിന്ന് വസ്തു ഉള്ളവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ അവിടെ തിരക്കായിരുന്നു. അപ്പൊ മെമ്പറുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. മെമ്പർ പറഞ്ഞു ഈ കൊറോണ സമയത്ത് തന്നെ ഒരുപാട് ലിസ്റ്റ് പെൻഡിങ്ങിലാണ്. അഥവാ ഒരു വീടിന് അപേക്ഷ കൂടെ കൊടുക്കണമെങ്കിൽ തന്നെ അവിടെ ഷെഡ് അടിച്ച് വീട്ടിൽ നമ്പർ ഇട്ട് ആധാർ, റേഷൻ കാർഡ്, പ്രൂഫ് എല്ലാം ഇങ്ങോട്ട് ആക്കിയാൽ മാത്രമേ ലൈഫിന് കൊടുക്കാൻ പറ്റാത്തുള്ളൂ. എന്നിരുന്നാൽ പോലും സീനിയർ അനുസരിച്ച് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴ് അവർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ പല സ്ഥലങ്ങളിലും ഒരു ചെറിയൊരു ഷെഡ് അടിക്കാനെങ്കിലും. അല്ല, അത് പഞ്ചായത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് രാജേഷിനാന്ന് തോന്നുന്നല്ലേ? ബാക്കിയുള്ളവർക്കൊക്കെ ഈ ഒരവസ്ഥ ആയിരിക്കത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് കയറി ഇറങ്ങി പല സ്ഥലങ്ങളിലായിട്ട് ഒരു വീടിനായിട്ട്. കാരണം എൻ്റെ ഇപ്പോൾ മേടിച്ച പുരയുടെ ദൈവാനുഗ്രഹം കൊണ്ട് വീട്ടിന് മുറ്റത്ത് വണ്ടി ചെല്ലും. അതായത് എനിക്ക് അങ്ങനെ കിട്ടിയത്. അവിടെ ഒരു വീട് വെച്ച് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് സുഖമല്ലാണ്ട് 2 മണിക്ക് വയ്യാണ്ടായപ്പോൾ വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നേരെ വെളുക്കുന്നവരെ അമ്മയെ നോക്കിയിരുന്നു.
എന്നിട്ട് 5-5:30 മണിക്കാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത്. അത് ഇവിടുന്ന് അത്രയും അതും മഴയുണ്ടായിരുന്നു. അപ്പോൾ വഴി സൗകര്യം ഇല്ലാത്തതിന്റെ പേരിലാണ് എനിക്ക് എൻ്റെ അമ്മ അത്രയും നേരം എനിക്ക് വേദന സഹിച്ചോണ്ട് നിൽക്കേണ്ടി വന്നത്. അപ്പൊ ഈ എന്തെങ്കിലും എനിക്കൊരു നേട്ടം എന്നുള്ളത് എനിക്ക് തന്നെ ആ ഒരു കിടപ്പാടമാണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ടല്ലോ ഒരു വീട്. വീടെന്നുള്ളത്. അത് ശരി ഈ ഷെഡ് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയില് ഇപ്പൊ അവര് പറയുന്നതിലോട്ട് ഒരു ഷെഡ് അടിച്ച് അതിനകത്ത് നമ്പർ അടിച്ചെങ്കിൽ മാത്രമേ വീട് വെക്കൂ അത്രേ ഉള്ളൂ. അത് അങ്ങനെയാണോ അതിന്റെ നിയമം? അങ്ങനെയാണ്. അപ്പൊ ഷെഡ് അടിച്ച് നമ്മളെ വീട്ടു നമ്പർ ഇടിയിച്ച് ആധാർ, റേഷൻ കാർഡ് എല്ലാം ഇങ്ങോട്ട് ആക്കിയാൽ മാത്രമേ നമുക്ക് എങ്കിലും അവിടെ നമ്മളൊരു വസ്തു ഉണ്ടെങ്കിൽ നടക്കത്തില്ല. വസ്തു ഒന്നും നടക്കത്തില്ല. അപ്പൊ അവര് പറഞ്ഞു ഷെഡ് അടിക്കണമെങ്കിൽ പോലും നമ്മൾ സാധാ ഒരു വീട് വെക്കും പോലെ പ്ലാനോട് കൂടി ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് തന്നെ നമ്മൾ ഷെഡ് അടിക്കുന്നതിന് 1 ലക്ഷം രൂപയെങ്കിലും എങ്ങനെ കാരണം ഒരു ബാത്റൂം തന്നെ നമുക്ക് ഇല്ലാതെ പറ്റത്തില്ല. ബാത്റൂം എന്തായാലും വേണം, വെള്ളം വേണം. അപ്പൊ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എന്റെ ഒരു ഒറ്റ വരുമാനമേ ഉള്ളൂ ഇവിടെ. ഇപ്പം വരുമാനമില്ല. എനിക്കിപ്പോ കുറച്ച് കയ്യൊക്കെ ഇങ്ങനെ ചൊറിച്ചിലാണ്. പിന്നെ അമ്മ വെള്ളം ചൂടാക്കി തരും. കൈക്ക് വിറയലുണ്ടല്ലേ? അറിയണം. നല്ല അത് വിറയല. ഒരുപാട് നേരം ഇങ്ങനെ വരുമ്പോ ആയിപ്പുണ്ട്. ആയിപ്പുണ്ട്. ഈ ശാരീരികമായിട്ട് ഈ കാലിന്റെ അല്ലാതെ ഈ ആയിപ്പ് വേറെ ഹാർട്ടിന് വല്ല പ്രോബ്ലം ഉണ്ടോ? അതെനിക്ക് ചെറിയ സമയത്ത് നെഞ്ചിടിയുണ്ട്. നെഞ്ചിടിപ്പുണ്ട്. അപ്പൊ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു. പിന്നെ മുട്ടും കട 2 മുഴയുണ്ട്. അത് കാണാൻ പറ്റത്തില്ല. അത് ചില സമയത്തോളം മുട്ടും മടക്കുമ്പോൾ അതിന് കയറി വരും. അപ്പൊ നല്ല വേദന. പിന്നെ അത് ആക്കിയിട്ടാണ് പിന്നെ പോണത്. പിന്നെ കഴിഞ്ഞാൽ ഇവിടെ ചോറിച്ചില്ല. പിന്നെ ഈ നഖ ഇടയ്ക്ക് എടുത്തതായിരുന്നു. ശരി. ഇൻഫെക്ഷൻ വന്ന് നഖ ഫുള്ള് എടുത്തതായിരുന്നു. അപ്പൊ വീണ്ടും വേദന വന്ന് തുടങ്ങിയത്. അപ്പൊ ഈ തൊളി വെള്ളത്തോടെ പോയാണ്. പിന്നെ അത് മാത്രമല്ല അവിടുത്തെ അല്ല അവിടെ മുതലേ തൊളിയാ. ഞാൻ അതുകൊണ്ട് വീഡിയോ എടുത്തത് ഞാൻ അതുകൊണ്ടാ. അവിടെ മുതലേ തൊളിയാണ്. അതിനകത്തോടെ രാജേഷ് ഇങ്ങനെ എഴഞ്ഞു നീങ്ങിയാണ് വരുന്നത്. അമ്മ കാണുന്ന ഡെയിലി കാണുന്നത് രാജേഷിന്റെ അമ്മ ആരാ? ശരി, ആയിക്കോട്ടെ. അമ്മേ, ഈ രാജേഷ് ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഈ ഷെഡൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് ഒരു സാറേ ഇതുപോലെ നമ്മള് പറഞ്ഞിട്ട് പോലും അവര് മൈൻഡ് ചെയ്യില്ല. ആ. എന്നുവെച്ചാ ഇവനിപ്പോ 10-25 വയസ്സായപ്പോഴത്തേക്ക് എന്നോട് പഞ്ചായത്ത് നമ്മൾ പോയി വണ്ടിക്ക് കൊണ്ടെന്ന് പറഞ്ഞു. വികലാംഗക്കാർക്ക് വണ്ടിയുണ്ട്. വണ്ടി ചോദിച്ചാൽ വണ്ടിയില്ല. എന്നോട് മറ്റേ ആനുകൂല്യങ്ങളൊന്നും നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവരൊന്നും തരൂല. പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോർതി മാറി എൻ്റെ ഞങ്ങളെ വീട് വെച്ച് കുന്നിൻ്റെ മുകളിലാണ് വീട്. അപ്പൊ അവ കുന്നിന്ന് ഇറങ്ങി താഴെ വന്ന് പിന്നെ വൈകിട്ട് പോയിട്ട് വന്നപ്പോ ആ കുന്ന് മൊത്തം വലിഞ്ഞേറി വീട്ടിൽ ഇറങ്ങും. അതുകൊണ്ട് എൻ്റെ കൊച്ചിന് പോവാനും വരാനും ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ എൻ്റെ അനിയത്തി സംസാരിക്കുമ്പോ ആയിപ്പുണ്ടല്ലേ? എനിക്ക് 2 ഓപ്പറേഷൻ കഴിഞ്ഞു സാറേ. 2 ഓപ്പറേഷൻ ഒന്നും വേണ്ട. ഞാൻ ജനുവിനാണെങ്കിൽ മാത്രമേ വന്നൊരു വീഡിയോ എടുക്കൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നില്ല. നിൽക്കുന്ന അമ്മയ്ക്ക് അറിയാം നമ്മുടെ അവസ്ഥ. ഇന്നലെ വീട്ടിൽ കിടക്കാൻ വിളിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ഒന്ന് കിടന്നോളാം. ഞാനും എന്റെ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളു. നിങ്ങൾ ഒന്ന് കിടന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. രാത്രി ഇന്നലെ ഇവിടം വരെ അങ്ങോട്ട് വെള്ളം കയറി കിടന്നില്ലയോ? ഇവിടം വരെ വെള്ളം കയറി. രാജേഷ് എനിക്ക് വീഡിയോ, ഞാൻ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. കാരണം ഞാൻ ഇത്രയും കിലോമീറ്റർ ഓടി ഇവിടം വരെ വരേണ്ട ആവശ്യമില്ല. എനിക്ക് വീഡിയോ ചെയ്യാനെങ്കിൽ ആവശ്യം പോലെ വീഡിയോ ആണ്. പിന്നെ ഈ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് മാത്രം രാജേഷിന്റെ ഈ ഒരു അവസ്ഥയെ, കാരണം ഞാനും താമസിക്കുന്നുണ്ട്, എനിക്കും ഉണ്ട് അമ്മ പെങ്ങന്മാരും എല്ലാരും ഉണ്ട്. കാരണം ഞാൻ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാ. അതായത് ഒരു ബാത്റൂം ഞാനിപ്പം കണ്ടു, ഒരു ബാത്റൂം ഇല്ല. വലിയ കഷ്ടമാണ്. രാജേഷിന്റെ ബാത്റൂം ഞാൻ കാണിക്കാം. ഒരു അമ്മ രാജേഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് പിന്നെ വേറെ വീടുകളും ഇല്ല, വയലും ആയതുകൊണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ തുറസായിട്ടുള്ള ഒരു ബാത്റൂമിനകത്താ നിന്ന ഈ കുളിയും ബാക്കിയുള്ള പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഒരു വല്ലാത്ത ദുരിതം പിടിച്ച ഒരു ജീവിതമാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവര് സത്യം പറഞ്ഞാൽ ഇന്നിച്ച് നടക്കാനോ ജോലി ചെയ്യാനോ പ്രാപ്തിയുള്ളവർക്ക് എവിടെ പോയി വേണമെങ്കിലും ജോലി ചെയ്യാം. അപ്പം പഞ്ചായത്തിൽ നിന്ന് പറയുന്നത് 1 ലക്ഷം രൂപയെങ്കിലും വേണം. രാജേഷ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഷെഡ് പണിഞ്ഞ് മീറ്റർ ബോക്സും നമ്പരും ഒക്കെ ഇട്ട് അല്ലയോ ബാത്റൂം ഒക്കെ ചെയ്ത് വരണമെങ്കിൽ രാജേഷിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വെട്ടവും വെളിച്ചവും ഒരു സത്യം പറഞ്ഞാൽ ഒന്ന് വൃത്തിയായിട്ടുള്ള സ്ഥലത്തൂടെ നടന്നു പോയില്ലെങ്കിൽ ഈ കാലെല്ലാം വരണം. ഇപ്പം തന്നെ ഒരു നഖം കുത്തിയെടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് കിളിച്ചു വരുമോ. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. രാജേഷിന് ഒട്ടും വയ്യാത്ത ഒരാളാണ്. എനിക്ക് പറയാനേ പറ്റൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുക. ഞാൻ എൻ്റെ ഈ രാജേഷ് നേരത്തെ വാട്സാപ്പിൽ അയച്ചു എത്രത്തോളം ക്വാളിറ്റി ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 ദിവസം മുമ്പ് ഇവിടെ വെള്ളം കയറി. ഇന്നലെ അല്ലയോ, മെനങ്ങാന്ന് 2 ദിവസം മുമ്പ് ഇവിടെ വെള്ളം കയറിയത് രാജേഷ് എനിക്ക് എടുത്തത്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ കൊട്ടാരക്കരയിൽ നോടി ഇവിടം വരെ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരത്തില്ല.
അന്നേരം രാജേഷിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. കമൻറ്റിൽ കാണും തീർച്ചയായിട്ടും. അഡ്രസ്സ്, അക്കൗണ്ട് നമ്പരോ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ എന്തോന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അന്നേരം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സഹായിക്കുക. കണ്ണടച്ച് കളയരുത്. വീഡിയോ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.